കണ്ടത്തിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയും വളക്കണക്കും കഴിഞ്ഞു, വളവിടിയിലും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയും ഞാനും ചോർച്ചാനും ഫ്രീയാണ്. അപ്പം ശാലം മീൻ വല്ലതും നീ പിടിച്ചോണ്ട് വന്നാൽ ഞാൻ വെട്ടി, ഉണക്കമീനും തീർന്നു, വല്ല മീൻ വല്ലതും പിടിച്ചോണ്ട് വന്നാൽ ഞാൻ വെട്ടി ഉണങ്ങിത്തരാം. എനിക്കിപ്പം പണിയില്ലാത്തതുകൊണ്ട് തൂളിയാണേലും മതി, എന്നാങ്കിലും നിങ്ങൾ പോയി പിടിച്ചോണ്ട് പാടാം. ഓ അതേ ഇങ്ങോട്ട് നോക്കി, ഞങ്ങൾ പിടിച്ചോണ്ട് വന്ന മീൻ എന്നാടുക്കാനാണ് പറ്റത്? നിങ്ങൾ പിടിച്ചോണ്ട് വന്ന മീൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇന്ന് തൊഴിലുറപ്പിന് പോകുന്നില്ല. നിങ്ങൾ മീൻ കൊണ്ടുവന്ന് അത് പറഞ്ഞാൽ കീറി വെയിലത്ത് വെക്കുകയാണ്. പിടിച്ചോണ്ട് വന്ന വെട്ടു പിന്നെ വെട്ടാതെ അങ്ങനെ കീറും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അമ്മ പറയുന്നുണ്ട് അച്ചാച്ചനും ഫ്രീ ആണ്, അമ്മയും ഫ്രീ ആണ്, കണ്ടത്തിലെ തിരക്കെല്ലാം കഴിഞ്ഞെന്ന് പറയുന്നുണ്ട്, ഉണങ്ങിയ മീനും തീർന്നെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് മീൻ പിടിക്കുകയാണ്. മിക്കവാറും തൂളിയാണ് കിട്ടാൻ സാധ്യത. നമ്മൾ എത്ര കിലോ വേണം? നിങ്ങൾ എത്ര കിലോ ഉണ്ടോ? 1 കിലോ ഉണ്ടെന്നാലും കീറും, 10 കിലോ ഉണ്ടെന്നാലും കീറും. അപ്പോൾ 10 കിലോ പിടിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മുടെ ടാർഗറ്റ് ഇന്ന് 10 കിലോ തൂളി പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയല്ല, നമ്മുടെ വീട്ടിൽ അവധിക്ക് 2-3 പയ്യന്മാർ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ബോൾ കേരള കളിച്ച പിള്ളേരാണ്. അപ്പോൾ അവന്മാർക്ക് കൂടെ ഒരു ഫിഷിംഗ് എക്സ്പീരിയൻസ് ആകുമെന്ന് കരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മീൻ പിടിക്കാൻ പോകാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. വല വലിക്കണം, പോകണം. കഴിക്കണ്ടേ? കഴിച്ചിട്ട് പോകാം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. ഞാൻ, ജിതിനെ, അഖിലെ, എൻ്റെ പേരെനിക്കറിയില്ല, പറടാ. അഭിജിത്ത്, ഇത് അക്ഷയ്, അശ്വിൻ. അപ്പോൾ നമ്മളെല്ലാവരും കൂടാണ് ഇന്ന് മീൻ പിടിക്കാൻ പോണേ. ഇവന്മാരുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ബോട്ടയിൽ പോകുന്നത് കേട്ടോ. ഇവന്മാർ നിസ്സാരക്കാരൊന്നുമല്ല കേട്ടോ, ഒമ്പൻ ടീമാ. എടാ ഒന്ന് തിരിഞ്ഞടാ, ഒന്ന് തിരിഞ്ഞടാ, ഒന്ന് തിരിയടാ ഉണ്ടോ? മെയിൻ പ്ലേസാ ആണോ? പക്ഷേ നിന്റെ വരെ എന്തിടാ വണ്ടിയിലാണോ? ബോട്ട് ഇത് ഇവിടെ നോക്കിയാ ഇപ്പൊ മറിയുന്നതാണ് ഇവിടെ മീൻ. അത് നോക്കി മീൻ മറിയുന്ന നോക്കി വെക്കാമോ? ഇത് ഇവിടൊക്കെ മറിയുന്നുണ്ട്. ഇതുണ്ട്, ഈ ഒരു കറുപ്പ് കിടക്കുന്നുണ്ടോ? ഇവിടൊക്കെ മറിയുന്നുണ്ട് മീൻ. നീ ഈ പൊളക്കകത്തൊരു കയറ്റി ഇവിടോട്ട് കയറ്റിയിട് വെള്ളം. എവിടെ എവിടെടാ? ഇതിനകത്തല്ലേ? എവിടെ? ആ ഇവിടെ ഈ ഇതിന്റെ വടക്കുവശമൊക്കെ മറിയുന്നുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ തുഴ നിറം. അപ്പോൾ ഇവിടെ മീനിൻ്റെ ചെറിയ ആക്ടിവിറ്റി ഒക്കെ കാണുന്നുണ്ട്. നമ്മളിവിടെ വല വെച്ച് നോക്കും, മീൻ കിട്ടുമായിരിക്കും. തുഴ നിൽക്കുന്നത് എനിക്ക് അന്നാ നീ തുഴ എവിടെ വെക്കുന്നത്? അവിടെ നിന്ന് ഇങ്ങനെ ആ പോള ഉണ്ടോ? പോളയുടെ അവിടെ നിന്ന് ഇങ്ങനെ വെക്കണം. നമ്മളെയൊന്നും കൊണ്ടുപോകത്തില്ല, നമ്മളെയൊന്നും കൊണ്ടുപോകത്തില്ല. അവിടെ മീനെ പിടിപ്പിക്കാൻ ശബ്ദം. അപ്പം അതെങ്ങോട്ടു മീനോട് വരയ്ക്കാതെ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന മീനെ പായ് മനസ്സിലായി. സൗണ്ട് കേൾക്കുമ്പോഴേ മീനോട് നമുക്കിപ്പോൾ വലിയ സൗണ്ട് പോകുന്നില്ല, വെള്ളത്തിൽ കിടക്കണം. അപ്പോൾ അവിടെ നിന്നുള്ള മീൻ ഇങ്ങോട്ട് വരത്തില്ല, ഇതേ ഇങ്ങോട്ട് വരും. വലയ്ക്കകത്തുള്ള മീൻ പെട്ടെന്ന് ഓടി ഓടി കയറി വരും. തുളി തുളി തൂളി തന്നെയാണോ അത്?
പോട്ടെ പൊങ്ങൊക്കെ ഇറങ്ങുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ ഇടിയും പെരുന്നാളും എല്ലാം കഴിഞ്ഞ് നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വലിയ വില ഇരിക്കുന്നത്. ഉടക്കിയ മീൻ സാധാരണ പറഞ്ഞു പോകുന്നൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ചിലപ്പോൾ നന്നായിട്ട് ഉടക്കിയിട്ടുണ്ടാവും. വലിച്ചേനെ വെക്കണം അതിന് വേണ്ട. അതിന് ഞാത്തിട്ടാ മതി. വല വലിച്ചു വെച്ചോ, നീ ഞാത്തിട്ടാ മതി. അത് മുട്ടിക്കിടക്കുക, കൂട്ടിയെടുക്കുക. എന്ത് ചവക്കണം. അതിൻ്റെ അകത്ത് കിട്ടിയൊരു കാലം ഉണ്ടായിരുന്നു. അത് 110 വിലയായിരുന്നടാ. 110 വിലയായിരുന്നു. ഇത് കുറഞ്ഞെടുത്തു പോയോ? അടുത്ത് ആയിപ്പോ സസ്യപ്പ് ഈ സാധനം ഉണ്ടല്ലോ, പുഴയിൽ വളരുന്ന ഒരുതരം സസ്യമാണ്. ഇതിൻ്റെ കാ നേരത്തെ എടുത്തിട്ട് അതിൻ്റെ അരി എടുത്തിട്ട് നേരത്തെ തോരൻ വെക്കുമായിരുന്നു. എൻ്റെ അമ്മൂമ്മയൊക്കെ പണ്ട് തോരൻ വെക്കാൻ കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാ ഇതാണ്. ഇതിനകത്തുനിന്ന് എന്തോ പൊളിച്ചിട്ടിട്ട് ഈ സാധനം തോരൻ വെക്കുമായിരുന്നു, പയറ് പോലെ. ആയിപ്പൂ ഒന്നെണ്ണ കുളിക്കല്ലോ രാവിലെ. ഇപ്പോഴേ കുളിക്കും. എന്തുകൊണ്ട് ഇത്ര 20 എണ്ണം കിട്ടിയാ അമ്മ പറഞ്ഞ 10 കിലോ. അത് പ്രജ്ഞയായിട്ട് കിടക്കും. വെടി വാള പോലെ ഒരു തൂടി എടാ പോകാൻ സാധ്യതയുണ്ട്. അതുണ്ടായിരുന്നു. എന്നതിനാടാ ഇപ്പോൾ വലിച്ചെടുക്കടാ. ചെയ്യുന്നത് പിടിച്ചിട്ട് കരിമീൻ. ഇതൊക്കെ എവിടെ കിടക്കുമായിരുന്നു? ഒരു പൊങ്ങ് പോലും അനങ്ങാതെ. ക്യാമറ നേരെ രണ്ട് ഗ്ലൗസോ? ആ ഇതിൻ്റെ പിന്നെ കൈ ഉണ്ടോടെ? ഇതിൻ്റെ പിന്നിൽ വെളുത്ത കൈയാണ് കറുത്ത് പോയത്. അനങ്ങാതെ കിടക്കുമായിരുന്നു. ഏയ് കുറച്ച് കഴിഞ്ഞ് വലിച്ചോണ്ടാടേ നമുക്കൊക്കെ തീർന്നാണ് വലി. കരിമീൻ കാണാൻ വയ്യ. മുട്ടിച്ച് കിടക്കും. അത് ഉണ്ട്, ഇല ഉണ്ടായിരുന്നു.
അവിടെ ഉണ്ട്. അതിനാണ് അത് കൂട്ടുന്നു പോയി. മീനുണ്ടോ? ചാടുന്ന ചവിട്ടി പോയിടാ. പിന്നെ എത്ര ചവിട്ടി പിടിക്കുക. പുല്ലൻ പുല്ലൻ നിങ്ങളുടെ കണമ്പ് പോലൊക്കെ ഇരിക്കൂടാ. വേണ്ട മറ്റേതും കൂടെ വലിച്ചോണ്ടാ വരുന്നത്. ചെറിയ മാല കണക്ക് കരിമീൻ. മിക്കിക്ക് ഇലയുണ്ട് അവിടെ ചേർത്ത് കമ്പ് താഴെ കയറി വരുന്നുണ്ട്. ഏതായാലും ഇനി വല വലിക്കണം. രണ്ടാമത് മീൻ ഇല്ലെങ്കിൽ ഒരു തവണ കൂടി ഇടാൻ നമ്മൾ കരുതി. പക്ഷെ മീനുണ്ടല്ലോ വീട്ടിൽ ഊരിയാൽ മതി. എടുക്കേണ്ടത് മീനില്ലാത്ത പാറ്റൊന്നും പ്ലാസ്റ്റിക് ഒന്നും ഒരെണ്ണം പറഞ്ഞു പോയിരുന്നു അല്ലേ? ഇല്ല. ഇതാ എല്ലാ പൈസ അങ്ങനെ അപ്പുറത്തോട്ട് കയറി. മീൻ കാണത്തില്ലായിരിക്കും അല്ലേ? വല മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ വിചാരിച്ചൊന്നും കാണത്തില്ലായിരിക്കും. ഒന്നിന് വലിയ അടപ്പൊന്നും അവിടെ ഇവിടെ എങ്ങനെ ഇവിടുണ്ടായിരുന്നു പോയി. അതന്നെ മീൻ കുറവാണെങ്കിലേ ഇവിടെ അടുത്തൊരെണ്ണം ഉണ്ട്. ഞങ്ങള് പോകും കേട്ടോ. അപ്പോൾ ഈ സുഹൃത്തുക്കളെ നമ്മൾ പല മൊത്തം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റ് ചെയ്ത് തന്നൊരു 10 കിലോയാണ് പിടിക്കാൻ ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ 10 കിലോ ആണോ 15 കിലോ ആണോ 20 കിലോ ആണെന്ന് വീട്ടിൽ ചെന്ന് ഊരിയിട്ട് തൂക്കി നോക്കണം. നല്ല ശരിക്കും മീനുണ്ട്. നല്ല പണിയാണ്. പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഊരുന്നതല്ല കേട്ടോ. നമ്മൾ വെട്ടി വെയിലത്ത് വെച്ച് വെട്ടി തേച്ച് കഴുകി ഉപ്പിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങുന്നത് നല്ല പണിയാണെന്നാണ് പറഞ്ഞത്. ഏതായാലും മീൻ ഇവിടെ അത്രയും മീൻ കിടപ്പുണ്ട്. അത് വീട്ടിൽ ചെന്നിട്ട് ഊരിയിട്ട് എന്തുമാത്രം കിട്ടിയെന്നും എന്തുമാത്രം തൂക്കം കിട്ടിയെന്നും കാണിക്കുന്നതായിരിക്കും. ഓടാ കാണിക്കണം.
കാണാൻ വയ്യ വെട്ടം. 10 കിലോ പറഞ്ഞു മൊത്തം വെട്ടിക്കണം. 20 കിലോ ആ നമ്മൾ തൂക്കിയല്ലേ പിടിക്കുന്നത്. തൂക്കി പിടിച്ചാൽ പോരായിരുന്നു. അങ്ങനെ തൂക്കി പിടിക്കുന്നത് വരുന്നത് തൂക്കി മാറ്റുന്നത്. ആ കൊള്ളാം. എടുക്കുന്നത് അതിൽ പൂരണം കൈമാറത്തിൽ അങ്ങനെ വെട്ടുക. അങ്ങനെ വെട്ടുക, തേക്കുക, ഉളക്ക, ഉപ്പ് തേക്കുക, കഴുക, വെയിൽ തൂക്കുക, ഉണക്കുക. ശരി. ഓക്കെ. ഒരു കൊട്ടയം കിടക്കുന്നുണ്ട്. എന്തോ ആരാ വിളിച്ചത്? ഉപ്പുർ ചേച്ചി സൈസുണ്ട്. സൈസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സൈസ് ഏതായാലും ഉടക്കുള്ളൂ. 80ൻ്റെ വിലയിട്ടാ ഇത് കിട്ടുള്ളൂ. കൊട്ട 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 കൊട്ടപിടി അപ്പോൾ ഞാൻ ഊരിട്ടാലും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിത് 10 കിലോ ടാർഗറ്റ് ചെയ്ത് പോയതാണ്. നമുക്കിത് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എത്ര കിലോ ഉണ്ടെന്ന് നോക്കാം. കൊട്ട 750 ഗ്രാമാണ് തൂക്കം വരുന്നത്. ഇത് 22 100 ഏതായാലും 21 കിലോ കൂട്ടാം. അതായത് 10 കിലോ ടാർഗറ്റ് ചെയ്ത് പോയി നമ്മൾ 21 കിലോ മീൻ പിടിച്ചിട്ടുണ്ട്. ഇതിനകത്തെന്ന് വെച്ചാൽ 3 ചെറിയ കരിമ്പളത്തിയുണ്ട്. ബാക്കി മൊത്തം തൂളിയാണ്. ഇന്ന് തന്നെ വെട്ടുമെന്നാണ് പിതാശ്രീയും മാതാശ്രീയും പറഞ്ഞിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പല വഴിക്ക് പോയി. അനിയന് 150 കൃഷ്ണപുരത്തു നിന്ന് എടുക്കുന്നത്, അതായത് കാവാലം കൃഷ്ണപുരത്തു നിന്ന് എടുക്കുന്ന ബോട്ടിൽ ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ്. ആൾ കുളിക്കാൻ പോയി. ബാക്കി പരിപാടി, അതായത് ഞാനാണ് മീൻ മൊത്തം ഊരിയോ മറ്റു പരിപാടിയെല്ലാം ചെയ്തത്. അപ്പോൾ ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ട്രിപ്പിലുണ്ടായിരുന്ന നമ്മുടെ പയ്യന്മാർ പോകാനുള്ള തയ്യാറെടുപ്പിൽ കുളിക്കാൻ പോയി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവേത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിനെ വരെ ടാറ്റ. ഇത്ര പെട്ടെന്ന് വെട്ടാൻ റെഡിയായോ? ഓക്കെ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ. കരിമീനകത്ത് അവിടെ കുടഞ്ഞിടണം.